നിന്റെ കെട്ടിയോനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. എന്തിനാ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? വേഗം 5 ലക്ഷം രൂപ എനിക്ക്. അയ്യോ, 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? അയ്യോ, എന്റെ കെട്ടിയവനെ വെറുതെ വിട്ടേക്ക്, ഒന്നും ചെയ്യല്ലേ. എന്താ മോളെ, എന്താ സംഭവിച്ചത്? അങ്ങനെ കെട്ടിയ മുതൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് എന്റെ കെട്ടുതാലി വരെ പണയം വെച്ചു. ഇപ്പൊ പലിശക്കാരുടെ ഇത് കൊള്ള പലിശക്ക് കൂടെ കാശ് വാങ്ങിച്ചിരിക്കുക ചേട്ടാ. ഇപ്പൊ 5 ലക്ഷം രൂപ കൊടുത്താലേ എന്റെ കെട്ടിയവനെ വിട്ടു തരുമെന്നാ പറയുന്നത്. വേണ്ട വേണ്ട, കരയണ്ട മോളെ, കരയണ്ട. കാശ് ഞാൻ ഏർപ്പാട് ചെയ്യാം. അയാൾ ഇപ്പൊ എവിടാ ഉള്ളത്? നിങ്ങൾ ചോദിച്ച കാശ് മണിക്കുട്ട ജീവൻ പോയിട്ടില്ല, മയക്കമാ. അഴിച്ചുവിടറാ. വിനായകനെ പേടിച്ച് നാട് വിട്ട് ഓടി വന്നാലും ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഈ കൊള്ളപ്പലിശ വാങ്ങിയെടുക്കാൻ നല്ല രസമുണ്ട്. ഡാ, അഴിക്കാൻ വരട്ടെ, നിർത്ത്. 1/2 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം രൂപ കൊണ്ടുവന്നെങ്കിൽ നീ ആള് തരക്കേടില്ലല്ലോ. ഇനി ഒരു 5 ലക്ഷം കൊണ്ടുവാ. ഇത് കുറച്ച് അന്യായമല്ല. അന്യായമോ? പലിശ മേടിച്ചെടുക്കാൻ 5 കാറ്, 50 ഗുണ്ടകള്, കൂടാതെ ബിരിയാണി, എല്ലാവർക്കും പൈന്റ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ കാശില്ലാതെ നടക്കുമോ? എന്റെ മോൻ പോയിട്ടേ. ഞാൻ ആരാന്നറിയാവോടാ? എന്റെ പവർ എന്താണെന്നറിയാവോ? എന്റെ മീശ വിറക്കുന്നത് കണ്ടോടാ നീ. സമയം കളയാതെ പോയി 5 ലക്ഷം കൊണ്ടുവാ. ചെല്ല് ചെല്ല്, വേഗം ഓട്. മോനെ, നീ എന്താ ഇവിടെ? എന്തോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു. പോകാം ഇവിടുന്ന്. അയാൾ എന്തൊക്കെയോ പറയുന്നു. ഉടനെ നമുക്ക് കാശുണ്ടാക്കണം. വരൂ, പോകാം. വിരോധമില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. വേണ്ട, അവരാരും നല്ലവരല്ല. മോൻ അവിടേക്ക് പോകണ്ട. അമ്മാവ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാ. അമ്മാവന് ചേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല. ചേട്ടന്റെ പവർ എന്താണെന്ന് അമ്മാവനൊന്ന് മനസ്സിലാക്ക്. ചെറിയൊരു ചാൻസ് ചേട്ടന് കൊടുക്കും. അതൊന്നും വേണ്ട. ഒരവസരം തരണം. ഒരേ ഒരു അവസരം. ചേട്ടന്റെ സ്റ്റെല്ല് നന്നായിട്ട് കാല് പിടിച്ചൊന്ന് വന്നാ മതി കേട്ടോ. എന്താ ആശാനെ, സുഖമാണോ? വിനായകനെ മറന്നിട്ടുണ്ടാവില്ല. നിന്റെ 2 കൈയും കൂടി ഇങ്ങനെ പിരിച്ചിട്ട് വാരി നിലത്തടിക്കുന്നൊന്ന് വിചാരിച്ചു നോക്ക്. എല്ലെല്ലാം ഒടിഞ്ഞു നുറുങ്ങും. വിനായകത്തിന്റെ അടുത്തുനിന്ന് അടി തന്നെയാ കിട്ടിയത്. ഇപ്പൊ നിന്റെ 2 കൈയും എന്റെ കയ്യിലാ ഉള്ളത്. മോനെ, അയാള് ചേട്ടൻ അയാളുടെ കൈ പിടിച്ച് ദേവി ഇത് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് കെഞ്ചി കരയുവാ. അയാളെ ഇപ്പൊ കണ്ടില്ലേ, ഷോക്കടിച്ച കാക്കേനെ പോലെ നിക്കുന്നേ. മുട്ടുകാല് കൊണ്ട് ഇവിടെ ഒന്ന് തന്നാലുണ്ടല്ലോ, നിന്റെ നെഞ്ചും കൂട് മുഴുവൻ നുറുങ്ങി പോകൂടാ. അമ്മാവാ, ചേട്ടൻ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സെന്താ കല്ലാണോന്ന് ചോദിക്കുക. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. നിന്റെ ഈ 2 കാലും 4 കഷ്ണമായി വെട്ടിയെടുത്താ പിന്നെ ഒരിക്കലും നിനക്ക് നടക്കേണ്ടി വരില്ലല്ലോ. എന്താ മോനെ, അയാളുടെ കണ്ണു നിറയുന്നു. ചേട്ടൻ കാല് പിടിച്ച് കരയാൻ തുടങ്ങിയാൽ അനക്കോണ്ട പോലും കരഞ്ഞു പോകില്ലേ? പിന്നെ ഈ മീശക്കാരൻ കരയില്ലേ അമ്മാവാ? അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഇന്നാ നിങ്ങളുടെ കാശ്. ഞാനൊന്ന് യാത്രയാക്കിയിട്ട് വരാം. സാർ വന്നോളൂ. അനിയ, ഒറ്റപ്പാലത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഇവിടെ വന്നു, അനിയനും വന്നു. ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ വല്ല ഐഡിയ ഉണ്ടോ? ചലോ നോർത്ത് ഇന്ത്യ. ചേട്ടാ, അങ്ങനെ വിട്ടുവല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. പേടിക്കണ്ട മോളെ, നിന്റെ ഭർത്താവിനൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയൊരു മയക്കവാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കും. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ചേട്ടാ. നന്ദി എന്നോടല്ല മോളെ പറയണ്ടേ, വിനായകത്തിനോട് പറയണം. ഭായ് സാബ്, 3 സ്ഥലത്ത് ആള് നിപ്പുണ്ട്. ഇന്ന് എങ്ങനെ പൊക്കിയിരിക്കും? വിടരുത്. ഇന്നവനെ എങ്ങനെയെങ്കിലും പൊക്കണം. ഇനി ഈ ഭൂമിയിൽ അവന്റെ ഒരു അടയാളവും ബാക്കി വെക്കാതെ തീർത്തേക്കണം അവനെ. കൊല്ല
എന്തു പറ്റി മോനെ? അത് ഒന്നുമില്ല, ഒരു നായ കുറുകെ ചാടിയതാ. വിനായക, വിനായക, ആ കൈക്കിതാ ഒന്നുമില്ല. വിനായക. മുത്തച്ഛനൊന്നും പറ്റിയില്ല മോളെ. എന്തിനാ കരയുന്ന വെറുതെ? എന്താ അമ്മ ഇതെല്ലാം? എന്റെ മോൻ വിനായകൻ ജീവൻ പണയം വെച്ചാണ് എന്നെ രക്ഷിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നത്. വലിയ കാര്യം തന്നെയാ മോനെ. നീ രക്ഷിച്ചത് പരമേശ്വരനെ മാത്രമല്ല, ഈ നാട്ടുകാരെയും കൂടിയാ. ചേട്ടാ ഒന്നിങ് വന്നേ. ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും ചേട്ടാ. നാളെ കാലത്ത് അജയനെ തൂക്കിലേറ്റും. ഇനിയും എന്തിനു വെച്ച് താമസിപ്പിക്കുന്നേ? എന്താണെന്ന് പറ. മതിയാക്ക്, ഒരുപാട് ആലോചിച്ചൊക്കെ മതിയാക്ക്. നമ്മുടെ മോക്ക് പൂർണ്ണ സമ്മതമാ. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇവനെ ഇഷ്ടായി. നിന്റെ ജീവൻ പോലും രക്ഷിച്ചില്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ പേരക്കുട്ടിക്കും ഈ വിനായകനും തമ്മിലുള്ള കല്യാണം. ഇവൻ തന്നെയാ ഈ വീട്ടിലെ മരുമകൻ. അതെ അമ്മേ, എന്റെ തീരുമാനം അത് തന്നെയാണ്. ഞാൻ മനസ്സാലെ വിനായകത്തിന് എന്റെ മോളെ കൈപിടിച്ചു കൊടുക്കുക. ഉത്സവം കഴിഞ്ഞ ഉടനെ നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്തണം. ആ നല്ല മുഹൂർത്തം നോക്കി വെച്ചു. ഉത്സവം കഴിഞ്ഞ് രാവിലെ 7:15 അടുത്ത ദിവസം ശ്രീമാൻ വിനായകനും ശ്രീമതി ഗോപികാദേവിക്കും ഞാൻ മുൻകൈ എടുത്ത് നിശ്ചയം നടത്തും. ഇവൻ തന്നെയല്ലേ മരുമകൻ? എന്താ പെട്ടെന്നൊരു മാറ്റം? നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ ഞാൻ വാങ്ങിയെന്ന് നല്ല ഓർമ്മയുണ്ടായിരിക്കും. ഇപ്പൊ ഓർമ്മ വന്നതല്ലേ? തുടങ്ങടാ മേളം, ഒന്ന് വേഗം കൊട്ടടാ താ.